ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ധനു. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ആലപ്പുഴയിലെ ബീച്ച് കാർണിവൽ നടക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടേക്കൊന്ന് പോകണമെന്ന് കരുതിയിട്ട് ഇന്നാണ് കേട്ടോ ഒന്ന് അങ്ങോട്ടേക്ക് പോകാനൊരു അവസരം കിട്ടിയത്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സും കുട്ടികളും ഒക്കെ ആയിട്ട് പതിയെ ഞങ്ങൾ ആലപ്പുഴ ചെന്നപ്പോഴത്തേക്കും തിരക്കും ഒക്കെ കുറവാണല്ലോ എന്ന് ഓർത്ത് രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് കാർണിവൽ സ്ഥലത്തേക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയത്. അയ്യോ, അവിടെ നല്ല തിരക്കായിരുന്നു. എന്നാലും ഇവിടെ വരെ വന്നിട്ട് ആദ്യം നമ്മൾ കടലമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് ഞങ്ങൾ ആദ്യം തന്നെ പോയി കടലിൽ കാല് നനച്ചതിന് ശേഷം കുറേ ഫോട്ടോസ് എടുത്തു കൂട്ടി കേട്ടോ. അത്രയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പതിയെ കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനൊരുങ്ങിയത്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ ആദ്യം കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കുസൃതി കുടുക്ക അവിടെ ഇരുന്ന് മണ്ണ് ഉരുട്ടി പണ്ട് നമ്മൾ ഉണ്ടാക്കില്ലായിരുന്നോ ഇങ്ങനെ കുറേ വീടും അതുപോലുള്ള സാധനങ്ങളൊക്കെ. ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പോയത് നേരെ കാർണിവൽ സ്ഥലത്തേക്കാണ്. അയ്യോ, അവിടെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. കുട്ടികൾക്കും പേരൻസിനും എങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്ക് ചെന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആലപ്പുഴ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് പ്രിഫറൻസ് അവർ കൊടുത്തിരിക്കുന്നത് അതാണ്. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇത് ഇതിൽ കയറിയാൽ മതിയെന്നു. ഞാൻ ആദ്യമൊക്കെ ഒന്ന് ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞാൻ പിള്ളേർ ഒത്ത് കയറി കേട്ടോ. നിങ്ങൾക്കും കൂടെ ഒരു മേളിൽ നിന്നൊരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ പേടി, കാരണം ഇത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കൂട്ടരെ. എന്നാലും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ ഐസ്ക്രീമൊക്കെ കഴിച്ച്, പിന്നെ അവിടെ കുറേ ഐറ്റംസ് കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കയറി നടന്ന് കണ്ടു. പിന്നെ അത്രയും ചെന്നപ്പോൾ നമ്മൾ കാറ്റാടിയിൽ പോകാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ലൊരു ഐറ്റംസാണ് കാണാൻ പറ്റിയത് കേട്ടോ. ഇത് കൊള്ളായിരുന്നു. അതിന് ശേഷം അവിടുന്ന് കണ്ട് അവിടെ പോയി ഫുഡെല്ലാം കഴിച്ച് മൊത്തം കറങ്ങി നടന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ എല്ലായിടത്തും പിള്ളേരുടെ എൻജോയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലപ്പുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. എന്നാലും പോകുന്ന വഴിക്ക് ഞാൻ ആ വ്യൂ കൂടെ ഒന്ന് എടുത്ത് നോക്കി. ജസ്റ്റ് അടിപൊളി, സൂപ്പർ.